ഷീജ, ഞാൻ ലാസ്റ്റ് ദിവസം സഭ ചേർന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയം, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അടിയന്തര പ്രമേയം കൊടുക്കുന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഷീജ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ടും ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊടുക്കാതെ സഭ സ്തംഭിപ്പിച്ചത്? തീർച്ചയായും മനു, ഏതായാലും പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സ്വാഭാവികമായും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ അത് സ്വാഭാവികമായും ചർച്ചയ്ക്കെടുക്കുമോ എന്നുള്ളൊരു ആശങ്ക, ആ ഒരു ആശങ്ക തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രതിപക്ഷത്തെ അലട്ടുന്നതെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ സമയത്ത് നിരവധി വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്താം എന്നുള്ള പ്രതീക്ഷയുമൊക്കെ ആയിട്ടായിരുന്നു പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന് തന്നെ അത് തിരിച്ചടിയാകുന്നതായിരുന്നു. ആ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സർക്കാർ ചർച്ചയ്ക്കെടുത്തപ്പോൾ പിന്നീട് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കറിയാം, സ്വാഭാവികമായും ഈ വിഷയം സഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ ആകെ വലയും എന്നുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധിക്കൊപ്പം ഈ പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങൾ, അടൂർ പ്രകാശിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ, അതൊക്കെ നിരവധി ചിത്രങ്ങളടക്കം ഈ വിഷയത്തിൽ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനൊപ്പം തന്നെ കൊടിമര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ന്റെ ബോർഡാണ് ആ സമയത്തുണ്ടായിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ ബോർഡ് അംഗങ്ങളായിരുന്ന സമയത്താണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ സഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. അത് ചർച്ചയ്ക്ക് വന്നാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ ഈ വിഷയം പക്ഷേ ഉന്നയിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ നോട്ടീസ് നൽകാതെയോ സഭയുടെ പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കാതെയോ പ്രതിഷേധത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട്, അത് പ്രതിപക്ഷം സ്വീകരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇന്ന് സ്വാഭാവികമായും കഴിഞ്ഞ തവണ സഭ ആരംഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മുതൽ ചോദ്യോത്തരവേളയുണ്ട്. അപ്പോൾ 9 മണിക്ക് ചോദ്യോത്തരവേളയോട് കൂടിയായിരിക്കും സഭയുടെ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ ആരംഭിക്കുക. അപ്പോൾ ചോദ്യോത്തരവേള മുതൽ അവർ ഈ ഒരു പ്രതിഷേധം ഉയർത്തുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കുന്നതായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരുന്നുണ്ട്. അതിലായിരിക്കും ഇന്ന് സഭയിൽ ഏത് രീതിയിൽ പ്രതിഷേധം ഉയർത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു സഭയിൽ ഏത് രീതിയിൽ പ്രതിഷേധം ഉയർത്തും എന്നതിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയില്ലേ? പ്രത്യേകിച്ചും അടിയന്തര പ്രമേയം കൊടുക്കാതെ സഭ സ്തംഭിപ്പിച്ചത് അത് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്, അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിഷയം UDF-ൽ അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർ എടുക്കുന്നുണ്ടോ? തീർച്ചയായും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ യോഗത്തിൽ, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റേതെങ്കിലും വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക, അതിനൊപ്പം ഈ വിഷയം സഭയിൽ ഉയർത്തുക എന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയായി എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോഴായിരിക്കും ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും സർക്കാർ പറയുന്നത്, സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് തുടക്കം മുതൽ മുന്നോട്ട് പോകുന്നത്. അതേ നിലപാടിൽ ഊന്നി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പ്രതിപക്ഷം നൽകുന്നെങ്കിൽ നൽകട്ടെ, അതിൽ കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ തങ്ങൾ സജ്ജമാണ് എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷ ബെഞ്ച് ആ രീതിയിൽ വലിയ കോൺഫിഡൻസിലുമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് അതിനുകൂടി ഇന്ന് തുടക്കമാകുകയാണ്. അതിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമോ എത്തുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏതായാലും അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. മനു, ഇന്നിപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലായി ലേബർ കോഡ് വിഷയമടക്കം സഭയുടെ പരിഗണനയിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്.